ഇതൊക്കെ ഏരി എടുത്തിട്ട് വരമ്പ് എടുത്തിട്ട് നട്ടിട്ടുള്ള കൂവകളാണ്. ഇതൊക്കെ പറിക്കാൻ ഏകദേശം പ്രായമായിട്ടുണ്ട്. 1 മാസത്തോളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ വിളവെടുക്കാം നമുക്ക്. ഇതൊക്കെ പൂവൊക്കെ ഇടാനുള്ള പ്രായത്തിലായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വെള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. അതിപ്പോൾ ഏകദേശം കുറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും പറിക്കാനുണ്ട് നമുക്ക്. കുറച്ചൊക്കെ പലയിടത്തായിട്ടും തന്നെത്താൻ മുളച്ചതുകൊണ്ട് ചാക്കിൽ വെച്ചതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചെണ്ണം നമ്മളിപ്പോൾ വൈകുന്നേരത്തിനൊക്കെ പുഴുങ്ങും, അല്ലെങ്കിൽ കാലത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പുഴുങ്ങാനും ഉപയോഗിക്കാറുണ്ട്. പുഴുങ്ങാനും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലത്തെ തുണ്ടുണ്ടല്ലോ, ഈ ഭാഗങ്ങളിൽ ഏറ്റവും മേലത്തെ ഭാഗം പുഴുങ്ങുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇതാണെങ്കിൽ കുറച്ചൊക്കെ മൂത്തിട്ടുണ്ടാവും. അപ്പോൾ പുഴുങ്ങാനും ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ ഭാഗമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണിത്. നമുക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അതായത് ഒരു ഏരിയ ഒക്കെ വരമ്പ് പോലൊക്കെ എടുത്തിട്ട് നടുകയാണെങ്കിൽ ഇത് പറിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ മണ്ണൊക്കെ കയറ്റി കൊടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ നട്ടിട്ടുള്ള കൂവകളാണ് ഇതൊക്കെ. ഇതൊക്കെ വിളവെടുക്കാൻ ഏകദേശം പ്രായമായിട്ടുണ്ട്. ഇനി 1 മാസത്തോളം കൂടി കഴിഞ്ഞ് നമ്മുടെ മഴയൊക്കെ നിലച്ചു കഴിഞ്ഞാൽ ഈ തണ്ടൊക്കെ ഇത് വാടിപ്പോവും. ആ വാടിപ്പോകുന്ന സമയത്താണ് നമ്മൾ ഈ കൂവൊക്കെ പറിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം 1 മാസത്തോളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂവ കഴിഞ്ഞ സ്ഥലം കണ്ടില്ലേ, കൂവ നിന്നിരുന്ന സ്ഥലം ഒന്നും ഇപ്പൊ കണ്ടാൽ പറയില്ല, അതൊക്കെ വാടിപ്പോയിട്ടുണ്ട്. കൂവ പറിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നല്ല കാറ്റ് വീശുന്ന ഒരു സമയമാണല്ലേ. ഇപ്പോൾ നല്ല കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. കൂവ ഇടിച്ച് പൊടിയാക്കുന്ന സമയത്ത് നന്നായി പൊടി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കാറ്റ് വീശി തുടങ്ങിയതിന് ശേഷം പറിച്ചാൽ മാത്രമേ കൂവയ്ക്ക് നന്നായി പൊടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ടതാണ്. ഇപ്പോൾ കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ട് നമ്മുടെ കാലാവസ്ഥ കണ്ടറിയാം. ഇനി നമുക്കിത് പറിച്ചെടുക്കാം. ചേമ്പും കാവത്തൊക്കെ പറിക്കുന്നത് പോലെ കൂവ പറിക്കാൻ വളരെ ഈസി ഒന്നല്ല. കാരണം കൂവയുടെ കട വളരെ അടിയിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോണതാണ്. നല്ല അടിയിലേക്ക് മണ്ണ് കിളച്ചെടുത്തെങ്കിൽ മാത്രമേ കൂവ മുഴുവൻ നമുക്ക് പറിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പൊട്ടി അതിന് കഷ്ണമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ നനച്ചെടുത്തതിന് ശേഷമാണ് ഇത് പറിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെറിയ മോട്ടർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോവില്ല. വലിയ മോട്ടറിൽ ഓണാക്കിയിട്ട് അതുകൊണ്ട് വെള്ളം അടിച്ചിട്ടാണ് ഇത് പറിക്കാൻ പോണത്. ഇതുപോലെ നിലത്തുനിന്ന് ഇത്രയും ഉയരത്തിലാണ് ഞാനൊരു ബെഡ് പോലെ എടുത്തിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് കാരണം പറിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇത് നടുന്ന സമയത്ത് അടിവളമായിട്ട് ഞാൻ കുറച്ച് ചാരവും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് അടുപ്പിൽ നിന്ന് നമ്മൾ വെണ്ണീർ വാരി എടുക്കുന്ന സമയത്ത് അത് കൊണ്ടുപോയിട്ടൊന്ന് വെതറി കൊടുത്താലും മതി. 1-2 തവണ ചാരമൊക്കെ വെതറി കൊടുക്കുന്നതിനാണ് എനിക്ക് നല്ലതായി വളം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എത്രത്തോളം വരെ ഉണ്ടാവും എന്നറിയില്ല. ഇത് കണ്ടില്ലേ, ഇത് എത്രയോ ഫോഴ്സിൽ വെള്ളം അടിച്ചിട്ടുണ്ട്, അടിയിൽ നിന്ന് പറഞ്ഞു പോരുന്നില്ല കേട്ടാ. ഇങ്ങനത്തതൊക്കെ നമുക്ക് കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചെറുതൊക്കെ ആണെങ്കിൽ ഇതേപോലെ വെള്ളം അടിച്ചു കൊടുത്താൽ ഒക്കെ വേഗം പറഞ്ഞു പോരും. കണ്ടില്ലേ, വെള്ളത്തിൽ ചാകര പോലെ കിടക്കുന്നത് നമ്മുടെ കൂവ. ഇനി നമുക്ക് നമ്മളെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കൂവകൾ കുറേയൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം. ബാക്കിയുള്ളത് മാത്രമേ നമ്മുടെ അടിയിലേക്ക് താഴത്തിൽ നമ്മൾ കിളച്ചെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് നമ്മളെ കൂവൊക്കെ പറിച്ചെടുത്തത്. ഇതുപോലെ നെല്ല് നന്നായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറിക്കലാണ് ഏറ്റവും നല്ലത്. നമുക്ക് പൊടിയാക്കി കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൊടി കിട്ടുക ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴാണ്. എത്ര ഈസി ആയിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇത്രയും താഴ്ത്തുനിന്ന് വന്നത്. ഇത് പെറുക്കി എടുത്തിട്ടൊന്നും കഴിയണില്ല കേട്ടാ. ഇത് കൈക്കോട്ടൊക്കെ എടുത്ത് കൊത്തി കിളച്ച് പറിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവസരമായിട്ടുണ്ടാവും. ഇതിപ്പോ ഇതേപോലെ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാനുള്ള ഒരു മെത്തേഡാണിത്. ഇനി അടിയിൽ നിന്ന് പറിച്ചിട്ട് കിട്ടാത്ത ചിലതുണ്ട്. അതും കൂടി ഒന്നും കൂടി വെള്ളം അടിച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ മാത്രം നമുക്ക് കൈക്കോട്ട് എടുത്താൽ മതിയല്ലോ. പറിക്കാൻ ഈസി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ കുറച്ച് ചാക്കിൽ നട്ടു കൊടുത്തതാണ്. ഇനി അതും കൂടി ഒന്ന് കൊട്ടിയെടുത്ത് നോക്കാം നമുക്ക്. കൂവ എപ്പോഴും ചാക്കിൽ വെക്കാനാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ചാക്കിലായി കഴിഞ്ഞിട്ട് നമ്മളതുകൊണ്ട് കൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പെറുക്കി എടുത്താൽ മാത്രം മതി. ഈ മണ്ണ് നമുക്ക് ഇനി വേറെ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. കാരണം നല്ലോണം ചാരവും അതേപോലെ കരിയിലൊക്കെ ചേർന്ന് നല്ല വളമായിട്ടുള്ള ഒരു മണ്ണാണ്. അത് ഞാൻ വേറെ പോട്ടി മിക്സിയിലേക്ക് ചേർക്കാനാണ് പതിവ്. നല്ല വെയിലുള്ള സ്ഥലം കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചതാണ്. പക്ഷെ കുറച്ച് അകലായതുകൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിലുള്ള വളം കൊടുത്താൽ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം അതിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കൊന്ന് കൊത്തി നോക്കാം. ഒരേ ചാക്കിൽ 2-3 വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതാണ് ചാക്ക് നാശമായി പോകുന്നത്. അതിന്റെ അടിയിലേക്ക് വന്ന വിളവ് നോക്കിയേ, ഒരു കഷ്ണം അതിന്റെ അടിയിൽ കൂടെ വന്നിട്ടുണ്ട്.
അത്യാവശ്യം ഈ ഒരു ചെറിയൊരു ചാക്കിനാണ് നമുക്ക് ഈ കണ്ട കടകളൊക്കെ കണ്ടില്ലേ, എത്ര പോരം കടകളെ എടുക്കണത്. അടുത്ത വർഷം ഞാൻ ചാക്കിലാണ് കൂടുതൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതൽ വിളവ് കിട്ടുന്നത് എനിക്ക് ചാക്കിൽ നിന്ന് തന്നെയാണ്. കൂടാതെ ഇടയ്ക്ക് കുറച്ച് വളമൊക്കെ ചേർക്കാൻ പറ്റിയ അടുത്തുള്ള സ്ഥലമൊക്കെയാണ് ചെയ്ത് നമുക്ക് ഒത്തിരി വെയിലും കിട്ടിയ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. മഴയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കത് വിളവെടുക്കാനായിട്ടും ഉണ്ടാവും. വലിയ കടകളുണ്ട് കേട്ടാ. എനിക്ക് തോന്നണത് നിലത്ത് വെച്ചതിനേക്കാളും കൂടുതൽ ചാക്കിന്നാ കിട്ടിയത് കേട്ടാ. 2 ചാക്ക് കൊട്ടിയപ്പോ തന്നെ കണ്ടില്ലേ. കൂവ കൃഷി ചെയ്തെടുക്കാൻ വളരെ റിസ്ക് ആണ് കേട്ടോ. നമ്മൾ ചേമ്പ് പോലെ ഒന്നുമല്ല, കാവത്ത് പോലെ ഒന്നുമല്ല. അത് പറിച്ചെടുക്കലും അത് കഴിഞ്ഞതിന് ശേഷം അത് കഴുകി നമ്മൾ ഇടിച്ച് അത് പൊടിയാക്കി എടുക്കാനൊക്കെ വലിയ പാടാണ്. ഒറിജിനൽ കൂവപ്പൊടി കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ വീട്ടുകളിൽ നിന്നൊക്കെ കുറച്ച് ചോദിച്ച് വാങ്ങിക്കാനൊക്കെ. വാങ്ങുന്ന കൂവപ്പൊടിയിൽ അധികം കൊള്ളിപ്പൊടി ആവാനാണ് ചാൻസ് ഉള്ളതെന്ന് എപ്പോഴും പറയാറുള്ളത്. പക്ഷെ അത് കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊള്ളിപ്പൊടി അതിൽ മിക്സ് ആയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അത് കുറുക്കി കഴിഞ്ഞ് ശരിക്കും നല്ല വെള്ള കളർ ഉണ്ടാവുക. അല്ലാത്ത സമയത്ത് നമ്മുടെ കൂവപ്പൊടി മാത്രമായിട്ട് അതിലൊരു കൂട്ടും ഇല്ലെങ്കിൽ ഒരു നേരിയ ആഷ് കളർ പോലെയാണ് അത് കുറുക്കി കഴിഞ്ഞാൽ കാണുക. ഒരു ലൈറ്റ് നീല കളർ പോലെ തോന്നിക്കും നമുക്കത്. വെറും വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പോരാത്തതിന് ഇത് നല്ല വിലയാണ് നമ്മൾ മാർക്കറ്റിലിട്ട കൂവപ്പൊടിക്ക്. ഒറിജിനൽ കൂവപ്പൊടിക്ക് പിന്നെ പറയാൻ വേണ്ട അതിലും കൂടുതൽ വില ഉണ്ടായിരിക്കും. എനിക്കിത് വിൽക്കാനൊന്നും ഉണ്ടാവാറില്ല. ആരെങ്കിലുമൊക്കെ ഓരോ ഔഷധമായിട്ട് ചോദിക്കുമ്പോൾ കുറച്ച് കൊടുക്കാറുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഞാൻ ഒരുപാട് കൃഷി ചെയ്തിരുന്നു. ആളെ നിർത്തിയിട്ടാണ് നമ്മൾ ഇടിച്ചിരുന്നതൊക്കെ. അത്രമാത്രം കൂവ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കത്ര സമയമില്ലാത്തത് കൊണ്ടും പിന്നെ മെനക്കെടാൻ അത്ര പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ കുറച്ച് നമുക്ക് ആവശ്യമുള്ളതിന് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നത്. പൂവ ഏകദേശമൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ചാക്കിലും കൂടിയും കുറച്ച് നിലത്തും കൂടിയും പറിക്കാനുണ്ട്. അത് മുഴുവൻ പറിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പറിച്ചിട്ട് നിർത്തുകയാണ്. നമ്മുടെ ചാനലിനെ കൃഷിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.